തെറ്റായി എന്ന് തുറന്നു പറയാൻ ഇവർക്ക് സാധിക്കാതെ പോയത് കൊണ്ടാണ്. ഒരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷാരീതി അല്ല അത് എന്ന് പറയാൻ ഇവർക്ക് കഴിയാതിരുന്നത് അതുകൊണ്ടാണ്. കാരണം ഖുർആൻ പറഞ്ഞതാണല്ലോ, അള്ളാഹുവിനെയോ അവന്റെ ദൂതനെയോ ആരെങ്കിലും എതിർത്താൽ അവരുടെ എതിർഭാഗങ്ങളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണം, കൊന്നുകളയണം, നാടുകടത്തണം, അവരെ പീഡിപ്പിക്കണം. അത് ഈ ലോകത്തുള്ള ശിക്ഷയാണ്. പരലോകത്തെ ശിക്ഷ വേറെ തരാമെന്ന് പറഞ്ഞില്ലേ? ഇപ്പോ ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുന്നില്ലേ ഒരു യുദ്ധം? ഒക്ടോബർ 7 2023 തുടങ്ങിയ ഹമാസ് ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുള്ള ഒരു കലാപവും അതിന്റെ പിന്നാലെ ഇസ്രായേൽ തുടങ്ങി വെച്ച ഒരു യുദ്ധവും ഉണ്ടായിരുന്നല്ലോ. അത് ഇവരാരെങ്കിലും ഹമാസ് പോയി ചൊറിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയാൻ ഇവർക്ക് കഴിഞ്ഞോ? ഇല്ല. ഹമാസ് വിലയ്ക്കു വാങ്ങിയതാണ് ഈ ദുരന്തമെന്ന് പറയാൻ കഴിഞ്ഞോ? ഇല്ല. 50,000 ആളുകൾക്ക് ശവക്കുഴി തോണ്ടി, 100,000 ആളുകൾ കോമയിലായി, ലക്ഷക്കണക്കിന് ആളുകൾ, ഏതാണ്ട് ഒരു 23 മുതൽ 25 വരെ ലക്ഷം ആളുകൾക്ക് ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടു. ജനിച്ച സ്ഥലം നഷ്ടപ്പെട്ട അഭയാർത്ഥികളാക്കപ്പെട്ടതൊക്കെ ആര് കാരണമാ? നമ്മൾ പോയി ജൂതന്മാരെ ചൊറിഞ്ഞു വാങ്ങിയതാണ് എന്നറിയാത്തത് കൊണ്ടാണോ? അതെ, ഇത് എത്രയോ വർഷങ്ങൾക്കു മുമ്പ് ഒരു കോടതി വിധിയുണ്ടായിരുന്നു. ഇന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപങ്ങൾ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും, കലാപങ്ങൾക്കും, യുദ്ധങ്ങൾക്കും, കെടുതികൾക്കും, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും കാരണം ഖുർആനാണ്. കോടതി വിധി വന്നത് ഇന്ത്യക്കകത്ത് നടക്കുന്ന, ഇന്ത്യയെ സംബന്ധിച്ച് പറയേണ്ട കാര്യമേ ഉള്ളല്ലോ ഡൽഹി കോടതിക്ക്. അതായത് ഒരു വിധി, ഒരു കോടതി വിധി, ഇന്നുവരെ ഒരൊറ്റ മുസ്ലിങ്ങൾക്കും ഉത്തരം പറയാൻ സാധിക്കാത്ത ഒരു കോടതി വിധി നടന്നിട്ടുണ്ട്. ആ വിധിക്കെതിരെ ഒരു അപ്പീലിന് പോകാൻ പോലും കാലം ഇത്രയും കഴിഞ്ഞിട്ടും ഒരൊറ്റ മുസ്ലിം പണ്ഡിതനും തയ്യാറായിട്ടില്ല എന്ന വിവരവും കൂടി ഒന്ന് എഴുതി വെച്ചോ. മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച്, മുസ്ലിങ്ങളെ താലോലിച്ച്, മുസ്ലിങ്ങളെ തേച്ചു മിനുക്കി തഴുകിയും തലോടിയും കൊണ്ടുപോകുന്ന നമ്മുടെ നാട്ടിലെ മതേതര പ്രസ്ഥാനങ്ങൾ എന്ന വരു പറയുന്ന തീവ്രവാദ പ്രീണകർ ഇപ്പോൾ കേരള മുഖ്യമന്ത്രിയുടെ ഒരു പുതിയ ഭരണ നവീകരണം നമ്മൾ കണ്ടില്ലേ? മക്കയിൽ പോയി പിശാചിനെ നിങ്ങൾ കല്ലെറിയണമെങ്കിൽ ഭയപ്പെടണ്ട, കല്ല് നിങ്ങൾ നുള്ളിപ്പെറുക്കി ബുദ്ധിമുട്ടണ്ട. ആ സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പിശാചിനെ എറിയാനുള്ള കല്ലും കിറ്റും, കുപ്പി, കുട, പിന്നെ ഒരു മിനി AC, ബാഗ്, പിശാചിനെ 2 കല്ല് കൂടുതൽ എറിഞ്ഞോ കമ്മികളുടെ വകയായിട്ട്. അങ്ങനെ ഒരു ഹജ്ജ് കിറ്റ് ഇത്തവണ നമ്മുടെ കേരളത്തിന്റെ വകയാ, സംസ്ഥാന സർക്കാരിന്റെ വകയായിട്ട് നൽകുന്നതാ. എത്ര ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇതിനെതിരെ പ്രതിഷേധിച്ചു എന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞാൻ കണ്ടില്ല കേട്ടോ. പ്രതിഷേധിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഒരു മതവിഭാഗത്തെ മാത്രം ഇങ്ങനെ പ്രീണിപ്പിക്കുന്നു? ഒരു നാടിനെ മുഴുവനും സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാർ, ഇത് നമ്മുടെ നികുതി പണം എടുത്തിട്ടല്ലേ ഒരു മതത്തെ ഇങ്ങനെ ഇവര് വളർത്തിക്കൊണ്ടുവരുന്നത്? ഇസ്ലാമിന്റെ ഉച്ചിഷ്ടം വാരി വിഴുങ്ങുന്ന, എന്താണോ മുസ്ലിങ്ങൾ പറയുന്നത് അതങ്ങനെ തന്നെ തൊടാതെ വിഴുങ്ങുന്നത് അധികാര രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്. ഈ അധികാര കസേരയ്ക്കു വേണ്ടിയുള്ള മൽപിടുത്തത്തിൽ ഇവരെ ലക്ഷ്യം വെക്കുന്നത് വോട്ട് ബാങ്ക് അധികാരത്തിന് വേണ്ടിയാണ്. ഇസ്ലാമിസ്റ്റുകളുടെ ഉച്ചിഷ്ടവും വിസർജ്യവും വരെ കഴുകിക്കൊടുക്കുന്ന, ഇനിയും കുടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാനും മടിക്കാത്ത ഒരു വിഭാഗം സെക്യുലർ പാർട്ടികൾ നമ്മുടെ ഈ നാട്ടിലുണ്ട്. അവരെ കുറിച്ച് ശബ്ദിക്കാൻ, അവരെ ഒന്ന് എതിർക്കാൻ, അയ്യോ അവരെ എതിർത്തിട്ട് നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റില്ല എന്നാ പറയാൻ മറ്റുള്ളവര്. പല വിഷയങ്ങളിലും ശക്തമായ എതിർപ്പുകൾ പ്രകടിപ്പിക്കുമ്പോൾ ചിലർ നമ്മളോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? രാഷ്ട്രീയക്കാരെ നമ്മുടെ ശത്രുക്കളായി പോകത്തില്ല. അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും എതിരെ സംസാരിക്കാൻ പറ്റുമോ? ഇസ്ലാം സമാധാനമല്ല, ഇസ്ലാം അടിമുടി ക്യാൻസർ ആണ്.
ഇസ്ലാമിന്റെ ചിന്തകൾ, ഇസ്ലാമിന്റെ തീവ്രമായിട്ടുള്ള വിശ്വാസങ്ങൾ ആരുടെയെങ്കിലും തലച്ചോറിലേക്ക് എത്തിയാൽ അവനെയും കൊണ്ടേ ക്യാൻസർ മാറൂ, സംശയമില്ല. പൊട്ടക്കഥ, അതെ, 6-ാം നൂറ്റാണ്ടിന്റെ പൊട്ടക്കഥയിൽ വിശ്വസിച്ച് 6-ാം നൂറ്റാണ്ടിൽ പെണ്ണുപിടിയനായിട്ടുള്ള ഒരു ഗോത്ര നേതാവ് കാണിച്ചു തന്ന ആശയങ്ങളിൽ അഭിരമിച്ച് സഹജീവികളുടെ മതം നോക്കി കൊല്ലാനും കൊല്ലപ്പെടാനും ഇറങ്ങി തിരിച്ചിരിക്കുന്ന മരമണ്ടന്മാരായിട്ടുള്ള മദ്രസ പൊട്ടന്മാർക്ക് ബോധം വയ്ക്കണം. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ ഭോഷത്തരം വേറെയില്ല. ഇന്ത്യൻ കോടതിയുടെ ഒരു വിധി നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ മുഴുവൻ പോസ്റ്റും ഇന്ന് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എഴുതിയിടും. നിങ്ങൾക്കത് വായിക്കാം. ഫേസ്ബുക്കിന്റെ പേജിലും ഇടും. കാരണം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിന്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. മറന്നു പോകുന്നതാണ് പലപ്പോഴും. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള കൽക്കട്ട ഖുർആൻ പെറ്റീഷൻ, ഇത് നമ്മൾ എല്ലാ സാഹചര്യങ്ങളിലും ഒന്ന് ഓർത്തു വെക്കണം. കൽക്കട്ട ഖുർആൻ പെറ്റീഷൻ എന്ന് നിങ്ങൾ ഗൂഗിളിൽ തപ്പിയാൽ മതി. അതിനെക്കുറിച്ചിട്ടല്ല ഞാനിപ്പോൾ പറയുന്നത്. ഡൽഹി മെട്രോപൊളിറ്റൻ കോടതിയിലെ ഒരു വിധിയെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. കൽക്കട്ട കോടതിയെ, ആ വിധിയെക്കുറിച്ച് നിങ്ങൾ നോക്കണമെന്ന് ഞാൻ പറയാം. കാരണം എത്രയെത്ര വചനങ്ങളാണ് അമുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വചനങ്ങൾ. മതസൗഹാർദ്ദവും മതേതരത്വവും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും തകർക്കുന്ന വചനങ്ങൾ ഏതൊക്കെയാണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് കോടതിയെ അറിയിക്കാൻ റിസ്വിയെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വന്നു. പിശാചിന്റെ വചനങ്ങളാണ് ഈ ഗ്രന്ഥത്തിനകത്തുള്ളത് എന്ന് തുറന്നു പറയാൻ ദി സാത്താനിക് വേഴ്സസ് എഴുതിയ സൽമാൻ റുഷ്ദിയെ പോലെയുള്ള ആളുകൾ രംഗത്ത് വന്നു. ഇതിനകത്തുള്ള പീഡനങ്ങളും സ്ത്രീ വിരുദ്ധതകളും എന്താണ് എന്ന് പറയാൻ തസ്ലീമ നസ്രിനെ പോലെയുള്ള ആളുകൾ രംഗത്ത് വന്നു. ഖുർആനും ഹദീസും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത രൂപത്തിലാണ് ഇസ്ലാം മതം നിലനിൽക്കുന്നത് എന്ന് പറയാൻ 1940കളിൽ ചേകനൂർ മൗലവി രംഗത്ത് വന്നു. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ചരിത്രം വഴിമാറി കൊടുക്കാൻ ഓരോരോ നേതാക്കൾ വഴികൾ വെട്ടിത്തെളിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കൽക്കട്ട ഖുർആൻ പെറ്റീഷൻ ഒന്ന് നോക്കണം എന്ന് പറയാൻ കാരണം. ഇന്റർനെറ്റിൽ കിട്ടും, ഗൂഗിളിൽ കിട്ടും, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കിട്ടും. ഈ അടിമുടി ക്യാൻസർ ആയിരിക്കുന്ന ഈ ആശയം എന്തുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത് എന്ന് മനസ്സിലാകും നിങ്ങൾക്ക്. നമ്മൾ മതം വിട്ടു, ശരി, ആ മതം ഉപേക്ഷിച്ച് നമ്മൾ നമ്മുടെ വഴിക്ക് പോയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കാം. അതാണ് ശരി. ഈ മതം വേണ്ട എന്ന് തോന്നി, ഇതിനകത്ത് മാനവിക വിരുദ്ധതകൾ ഉണ്ട് എന്ന് തോന്നി, ശരി, നമ്മളിത് ഉപേക്ഷിച്ച് നമ്മുടെ വഴിക്ക് പോകാം. നമ്മളെ ആ വഴിക്ക് വിട്ടിരുന്നെങ്കിലും ഈ മതം ഇത്രയും വിമർശനങ്ങൾക്ക് വിധേയമാകുമായിരുന്നോ? ഒരു രൂപത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല. പിന്നാലെ നടന്നിവര് വേട്ടയാടിക്കൊണ്ടേയിരുന്നു, ജീവിക്കാൻ വിടാതെ. ഓരോ ഉപജീവന മാർഗം തുടങ്ങുമ്പോഴെല്ലാം പള്ളികൾ കേന്ദ്രീകരിച്ച് ജുമുഅകളിൽ ഇവർ വിളിച്ചു പറഞ്ഞ് നമ്മളെ ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി. സ്കൂളിൽ മക്കൾക്ക് പോലും മനസമാധാനത്തോടുകൂടി പഠിക്കാൻ പറ്റാതെയായി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായി നമ്മൾ കണ്ടു, എൻ്റെ 92 വയസ്സായ മാതാവിനെ പോലും വേട്ടയാടിക്കൊണ്ടിരുന്ന ഈ നികൃഷ്ട ജന്മങ്ങൾ എന്തിനു വേണ്ടിയാണെങ്കിലും, പണമാണെങ്കിലും പാരിതോഷികമാണെങ്കിലും പദവിയാണെങ്കിലും ശരി, ഈ മതം വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ച് ഈ മതത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയും അടിച്ചിട്ടല്ലാതെ ഒരിഞ്ചും പിന്നോട്ട് പോകില്ല എന്ന് തീരുമാനിച്ചതാ. നിങ്ങളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ചോദിക്കണ്ട, സത്ത പോലെ പടുക്കലാം, അത്ര തന്നെ പറ്റൂ. ഇനി മേലിൽ കേരളക്കരയിൽ ഒരു യുക്തിവാദി ഉണ്ടാകില്ല. ഇസ്ലാം മത സംരക്ഷകർ ഇറങ്ങിത്തിരിച്ചു. എന്തിന്? ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. ആട് കടന്നിടത്തൊരു പൂട പോലുമില്ലെന്ന് പറയുന്നത് പോലെ നമ്മുടെ ഒരു രോമത്തിൽ തൊടാൻ നിനക്കൊന്നും കഴിയില്ല. കാരണം എന്തെന്നറിയാമോ? ഇത് ഇന്ത്യ ആയതുകൊണ്ടും പാകിസ്ഥാൻ അല്ലാത്തത് കൊണ്ടും സാധിക്കില്ല. അല്ല,